ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ നിൽക്കുന്ന പ്രതി തന്നെയാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് പോലീസ് വിശ്വസിക്കുന്നു. സർ, അതിന് എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവുണ്ട് യുവർ ഓണർ. ഈ കൊല്ലപ്പെട്ട അനിരുദ്ധൻ ഈ കേസിലെ പ്രതിയായ സച്ചിദാനന്ദന്റെ ബന്ധുവായിരുന്നു. സർ, അനിരുദ്ധനോട് പ്രതിക്ക് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൾ ഇവിടെ ഹാജരാക്കിയിട്ടുണ്ട്. യെസ്, കണ്ടിന്യൂ. താങ്ക് യു മൈ ലോർഡ്. ഇത്രയും വർഷങ്ങൾ പ്രതി വളരെ വിജയകരമായി തെളിവുകൾ നശിപ്പിക്കുകയും ഡെഡ് ബോഡി മറയ്ക്കുകയും ചെയ്തു. ഒരു വലിയ പാറക്കുഴിയിലാണ് അന്ന് ഈ പ്രതി അനിരുദ്ധന്റെ ഡെഡ് ബോഡി ഉപേക്ഷിച്ചത്. ഇപ്പോ ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒരു എക്സ്കവേഷന്റെ ഭാഗമായി പരിശോധന നടത്തിയപ്പോഴാണ് സ്കെൽട്ടൺ റിമൈൻസ് കിട്ടിയത്. അത് അനിരുദ്ധന്റേത് തന്നെയാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായിട്ടുമുണ്ട്. സ്കെൽട്ടന്റെ കൂടെ കിട്ടിയ തലയോട്ടി ഫോറൻസിക് എക്സ്പേർട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്തു. അതിൽ നിന്ന് കൊല്ലപ്പെട്ടയാളുടെ ഒരു രേഖാചിത്രം പോലീസ് വരച്ചെടുത്തു. അത് അനിരുദ്ധന്റെ തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചത് അങ്ങനെയാണ്. ആ സമയം മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയ പ്രതി അപ്രതീക്ഷിതമായി അവിടെ വെച്ച് ആ രേഖാചിത്രം തിരിച്ചറിഞ്ഞത് ഈ കേസിൽ വഴിത്തിരിവാവുകയായിരുന്നു എന്ന് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ഈ പ്രതി തന്നെയാണ് കൊലപാതകം ചെയ്തതെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത്. അതുപോലെ തന്നെ കൊല്ലപ്പെട്ടയാളുടെ വലത് കൈപ്പത്തിയിൽ വെടിയേറ്റിരുന്നുവെന്ന് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തി. ആ വെപ്പൺ റിക്കവർ ചെയ്തിട്ടുണ്ടോ? നോ യുവർ ഓണർ. ഈ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ആ വെപ്പൺ എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിക്കൂ. സർ, സോ ഇപ്പോ ഈ പ്രതിക്ക് ജാമ്യം കൊടുത്താൽ പ്രതി ഇനിയും ഈ കിട്ടിയ തെളിവുകൾ നശിപ്പിക്കുമെന്ന് പോലീസ് വിശ്വസിക്കുന്നു. സോ മൈ കൺക്ലൂഷൻ ഈസ്, അന്വേഷണം നിർണായക ഘട്ടത്തിലാണ്. ഈ ഘട്ടത്തിൽ പ്രതിക്ക് ജാമ്യം നൽകിയ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ആയതിനാൽ ഈ പ്രതിക്ക് യാതൊരു കാരണവശാലും ജാമ്യം നൽകരുതെന്ന് ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ.